ഇവരുടെ പൂളാണിട്ടത്. ശരിക്കും പറഞ്ഞോടൊരു അത്ഭുതമാണ് നമ്മൾക്ക് തന്നെ. അതായത് പ്രകൃതിനോട് സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ചെയ്തിടാൻ പറ്റുള്ളൂ. അത്രക്കും ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നല്ല എക്സ്പെൻസും ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും കൂടുതലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമില്ല, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല, കുറച്ച് കൂടുതൽ എക്സ്പെൻസാണ്. എന്നാലും നമ്മൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ബുക്ക് ചെയ്തെടുത്തതാണ്. ഇതാണ് അവരുടെ ഫുഡിൻ്റെ ഊട്ടുപുര. ഫുഡിനൊക്കെ നമ്മൾക്ക് വേറെ വേറെ പൈസ ഉണ്ടോ, അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഒരു കോഫി 75 രൂപ, ഒരു ടീ 55 രൂപ, ഒരു ബ്രെഡ് ഓംലേറ്റ് 150 രൂപ, ഒരു ഓംലേറ്റ് മാത്രം 125 രൂപ, ഒരു പീസ് ബ്രെഡിന് മാത്രമാണ് പറഞ്ഞ് 25 രൂപ ആഡ് ചെയ്തിട്ട് 150 രൂപ. പക്ഷേ കാണാൻ അന്യായ ലുക്ക്. അതായത് പ്രകൃതി സ്നേഹികൾക്ക്, പച്ചപ്പിനെ സ്നേഹിക്കുന്നവർക്ക് ഒക്കെ ഇതിഷ്ടാവും. അപ്പം അതുകൊണ്ട് എടുത്തതാണ്. അത്രയൊന്നുമില്ല കേട്ടോ, ശരിക്കും ഒരു 1000 ഏക്കർ ഉണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് ഭാഗം മാത്രം നമ്മൾ താമസിക്കുന്ന, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് എടുത്താണ്. ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഇതേപോലെ തന്നെ, ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നടപ്പാത മൊത്തം. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസുകൾ കുറേ ഉണ്ട്. എല്ലാ ഗെയിമും, പിള്ളേരുടെ ഗെയിം, ചെസ്സ്, ഇത് പിന്നെ ബാഡുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും, അതായത് ചക്ക, മാങ്ങ, കശു മാങ്ങ, പിന്നെ നെല്ലിക്ക, ഫാഷൻ ഫ്രൂട്ട്, ഇല്ലാത്ത ഫ്രൂട്ടില്ല, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചക്കയൊക്കെ എടുക്കും നോക്കി. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വർത്തുണ്ട്. ഇങ്ങനെ ഒരേ നടപ്പാതകൾ. എനിക്ക് ശരിക്കും, ഞാൻ കാന്തല്ലൂർ യാത്ര പോയിരുന്നു. ആ കാന്തല്ലൂർ യാത്ര പോയ അതിനേക്കാൾ ഒരു നല്ല ഇഷ്ടം തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാണാൻ നമുക്കുണ്ട് ഇവിടെ. ഒരു ദിവസം ഈ റിസോർട്ട് മാത്രം കണ്ടു തീർക്കാൻ പോരാന്ന് എനിക്ക് തോന്നുന്നു. അത്രക്കും ഫെസിലിറ്റീസ് ഉണ്ട്. കൊക്കോ, ഞങ്ങൾ ഓടി വന്ന് ഫുഡ് കഴിച്ച്. കാരണം 10:30 വരെ ഉള്ള ഇവിടെ ഫുഡിൻ്റെ ഒരു സംഭവം. ഞങ്ങൾ എത്തിച്ചേർന്നത് രാവിലെ 9 മണിക്കാണ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഏലമാണ് നിൽക്കണം കേട്ടോ, ഏലം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് അത്യാവശ്യം ഒരു 350 കിലോമീറ്റർ ഇപ്പുറത്തോട്ടത് ബാവലി എന്ന് പറയും. ബാവലി അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 9 മണിക്ക് ബസ്സിൽ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ നേരം വെളുത്ത് 9 മണി. അപ്പോൾ ശരിക്കും 12 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ ഇത് റിസോർട്ട് വെറുത്തന്നെ കണ്ട ബേസ് നടപ്പം. അതൊക്കെ നോക്കി കാണുന്ന മൊത്തം ഇവരുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലുള്ള കൃഷികളും പൂക്കളും മരങ്ങളും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമുണ്ട്, ആടിൻ്റെ ഫാം, പശുവിൻ്റെ ഫാം, എല്ലാത്തിൻ്റെ ഫാം, കുറേ ജോലിക്കാർ, മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റിയ കുറേ ജോലിക്കാർ. പിന്നെ ഇവിടുത്തെ ഓണറൊന്നും നമ്മൾ കാണാൻ പറ്റില്ല കേട്ടോ. അത് വേറെ ഏതോ എങ്ങാണ്ടൊക്കെ ഉള്ള ആൾക്കാരെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ജോലിക്കാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ? മൊത്തം 1000 ഏക്കറിൽ മേലെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. ഇത്രയും ഭംഗിക്ക് ഒരേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ കുറേ ജോലിക്കാരുണ്ട് കേട്ടോ.
നോക്കി ഫ്ലവേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെത്തിയില്ലേ, ചെത്തി, ആ ചെത്തി പോലത്തെ ഫുള്ള് ബൊഗെയിൻവില്ല ഉണ്ടാക്കി നോക്കി. എന്തായാലും സംഭവം കൊള്ളാം. ഡെയിലി നമ്മളിവിടെ താമസിക്കുന്നതിന് വരുന്ന കോസ്റ്റ് 3500 രൂപ, 2 ദിവസത്തേക്ക് 7000 രൂപ.